മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ആണ് 42. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ആണ് രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം. ഓപ്ഷൻ എ ആണ് 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ. ഓപ്ഷൻ ഡി ആണ് ജി.വി. മാവ്ലങ്കർ. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. ഓപ്ഷൻ ബി ആണ് 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. ഓപ്ഷൻ ഡി ആണ് വരുമാന നികുതി. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ് നീതി ആയോഗ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ ആണ് 74. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് എം പരീത് പിള്ള. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. മായം ചേർക്കൽ, തൊഴിൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഓപ്ഷൻ ബി ആണ് 2. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഓപ്ഷൻ എ ആണ് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. ഓപ്ഷൻ സി ആണ് പി കെ തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം 3ഉം. ഹേബിയസ് കോർപ്പസ്, ക്വാ വാറന്റോ, സെർഷ്യൂററി. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ആണ് 44. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 1, 3. ഭരണഘടനാ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം. ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 226. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി. ഓപ്ഷൻ സി ആണ് 42ാം ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി ആണ് എയും ഡിയും. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം. വോട്ട് പാർട്ടിക്ക്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 2, 3. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വിശദമായി പരിശോധിക്കുന്നു. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്? ഓപ്ഷൻ സി ആണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 2 മാത്രം. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 42ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അയിത്താചാര നിർമ്മാർജ്ജനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയും ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാവുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് വനം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ആണ് 1, 3 മാത്രം. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് രാംനാഥ് കോവിന്ദ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബവ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നത്.
എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ഓൺലി 1 and 2. പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദ അബവ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഓൺലി 3, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദ അബവ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഓൺലി 2. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി ആണ് ഓൺലി 1 and 2. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഓൺലി 2 and 3. സംസ്ഥാന ലിസ്റ്റ് ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഓൺലി 2 and 3. ശരിയായ പ്രസ്താവന നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ സി ആണ് ഓൺലി 2 and 3. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏതു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് 42. രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബവ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണ് ഉള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ലിസ്റ്റ്. സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം ആർക്കുവേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി. ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കാം? ഓപ്ഷൻ ബി ആണ് 60 ദിവസം. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിനു കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 279A. ഏത് ആർട്ടിക്കിളിനു കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ 2 സഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 86. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലികാവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? ഓപ്ഷൻ എ ആണ് 44ാം ഭേദഗതി. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി ആണ് നിയമപ്രകാരം പാർലമെന്റ്. 105ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് OBC-കളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ ആണ് ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാവുന്ന പദ്ധതി. ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? ഓപ്ഷൻ ഡി ആണ് APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. യൂണിയൻ ലിസ്റ്റ് സെൻസസ്, സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റ് വനം, അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ.
നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻ ബി ആണ് 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ലോക്സഭാ സ്പീക്കർ. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്? ഓപ്ഷൻ സി ആണ് 20 വർഷം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? ഓപ്ഷൻ ബി ആണ് മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് 1, 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം, ഭരണഘടനാ ഭേദഗതി. അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ ആണ് 1955. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 1985 52ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് വയനാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് N.A. പാൽക്കിവാല. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ ആണ് ഉഷസ്. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര്? ഓപ്ഷൻ ബി ആണ് കുമരപ്പ കമ്മിറ്റി. 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം? ഓപ്ഷൻ ബി ആണ് ഭാഗം 9A. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് 1, 2, 3 മാത്രം ശരിയാണ്, 4 ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കാം. M.N. റോയ് ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം? അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തു. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 2 മാത്രം, 42ാമത്തെ. താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടന സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേശവാനന്ദ ഭാരതി കേസ്. ഏത് ഭരണഘടനയാണ് ഇന്ത്യ സംസ്ഥാന നയത്തിന്റെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത്? ഓപ്ഷൻ എ ആണ് അമേരിക്കയും ഐറിഷും. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ അംബേദ്കർ. പൗരത്വത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് പ്രസ്താവന 2 ശരിയാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ. വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ്? ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഭരണഘടനാ ദിനം? ഉത്തരം ഓപ്ഷൻ ബി ആണ് നവംബർ 26. ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. 1955 ഇന്ത്യൻ പൗരത്വം നിയമമനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടുത്താത്ത വസ്തുത? ഓപ്ഷൻ ബി ആണ് നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്.
താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1. ലോക്സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശമല്ലാതാക്കി തീർത്തു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? 1. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയാക്കി സ്വീകരിച്ചതാണ്. 2. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണ് ഉള്ളത്. 3. മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു. 4. മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3 മാത്രം. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2002 86ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ഇന്ത്യൻ പ്രസിഡന്റ് 352ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 2. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. 3. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3 മാത്രം ശരി. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 51A വകുപ്പിൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1896 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 16ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കാം. വിദ്യാഭ്യാസ അവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2 മാത്രം. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1989 61ാം ഭേദഗതി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്? ഓപ്ഷൻ സി ആണ്, മെൻഡാമസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ അല്ലെങ്കിൽ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, 4. ചേരും പടി ചേർക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനയുടെ 27ാം വകുപ്പ്
മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18-ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. ഭരണഘടനയുടെ 13-ാം വകുപ്പ് കോടതിയുടെ പുനരവലോകനാധികാരം. ഭരണഘടനയുടെ 226-ാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 3. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ് എ, ബി, സി, ഡി. ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ചേരുംപടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 3. ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരത്തിൽ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് 3. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: 1. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 2. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. 3. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് പാർലമെന്റ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് മൗലിക കടമകൾ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 106-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ജന്മസിദ്ധമായ പൗരത്വം. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 4. പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946-ൽ കൽക്കട്ടയിൽ വെച്ചാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 ശരി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് 1934-ൽ ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3.
ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആമുഖം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. 2. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. 4. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയുത്തരമില്ല. തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ചേരും പടി ചേർക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിർദ്ദേശക തത്വങ്ങൾ. ചേരും പടി ചേർക്കുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള.